സ്ലീവ മെഡിസിറ്റി മാനേജ്മെന്റിന്റെ ഉടായ്പകൾ മുൻജീവനക്കാരി പൊളിച്ചെടുക്കുന്നു. പാല സ്ലീവ മെഡിസിറ്റിയിലെ സ്റ്റാഫ് നഴ്സുമാരുടെ വെളിപ്പെടുത്തലുകൾ i2 ന്യൂസ് വാർത്തയായി നൽകിയപ്പോൾ അത് വ്യാജമാണെന്ന് പറഞ്ഞ് ആദ്യം സ്ലീവ മെഡിസിറ്റിയിലെ CEO ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ ദിവസം സഭയുടെ ഒരു ചാനലും മെത്രാനെ പാടിപ്പുകഴ്ത്തി നഴ്സുമാരുടെ പ്രതികരണം എന്ന് പറഞ്ഞ് അവരെ തിരിച്ചു നിർത്തി മുഖം കാണിക്കാതെ മറ്റൊരു വീഡിയോയുമായി രംഗത്ത് വന്നിരുന്നു. ന്യായീകരിക്കാം, പക്ഷേ അതിന് പച്ചക്കള്ളമല്ല വിളിച്ചു പറയേണ്ടുന്നത് എന്നാണ് സ്ലീവ ആശുപത്രി മാനേജ്മെന്റിനോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. i2 ന്യൂസ് വാർത്ത നൽകുമ്പോൾ ഊഹാപോഹങ്ങളല്ല വിളിച്ചു പറയുന്നത് എന്ന് മനസ്സിലാക്കുക. കൃത്യമായ തെളിവുകളില്ലാതെ ഞങ്ങൾ ഒരു വാർത്തയും പുറത്തുവിടാറില്ല. നിയമപരമായി അത് തെളിയിക്കുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരുമാണ്. i2 ന്യൂസ് നൽകിയത് വ്യാജ വാർത്തയാണ് എന്ന് പരസ്യമായി സ്ലീവ മെഡിസിറ്റി മാനേജ്മെന്റിന്റെ CEO തന്നെ നേരിട്ടെത്തി പ്രഖ്യാപനം നടത്തിയതുകൊണ്ട് അത് സത്യമാണെന്ന് എല്ലാ വിധത്തിലും തെളിയിക്കേണ്ടുന്ന ബാധ്യത i2 ന്യൂസിനുള്ളതിനാൽ കൃത്യമായ തെളിവുകളുമായി ഇന്നു മുതൽ ഞങ്ങൾ ആ ദൗത്യം ആരംഭിക്കുകയാണ്. ആദ്യം ഞങ്ങൾ പൊളിക്കുന്നത് നഴ്സിംഗ് ട്രെയിനികളെ കുറിച്ചുള്ള ഇവരുടെ ആ ന്യായീകരണമാണ്. 6 മാസമാണ് ട്രെയിനിങ് കാലാവധി. അത് കഴിഞ്ഞാൽ ഉടനെ സ്റ്റാഫ് നഴ്സാക്കും. ട്രെയിനിങ് കാലയളവിൽ ഇവർ നേരിട്ട് രോഗികളെ പരിചരിക്കാറില്ല എന്നൊക്കെ കാണിച്ച് ഒരു വിഷയം വന്നാൽ രക്ഷപ്പെടാനായിരിക്കണം ഇവർ നഴ്സിംഗ് സ്റ്റാഫിന് ഇപ്രകാരം ഒരു ഓഫർ ലെറ്റർ നൽകുന്നത്. Further to the interview you had with us, we are pleased to inform you that you have been appointed as trainee in the Department of Nursing at Sliva Medicity, Palay, with effect from 11th June 2024, and you will be reporting to the head of the department. During your training period, you are not permitted to take any leave or holidays unless decided by the competent authority. Trainees should not make any entry in patient's file, should not order medication, lab or radiology. You are not permitted to assist the doctors for any procedures. You can only observe the procedures. You have to be very punctual on timing. You will be given punching by the HR department and will be marking your attendance via biometric punch. You have to wear ID card, coat, uniform applicable to you. If the hospital sustains any loss or damage due to your negligence, the hospital has the right to recover. വിദേശത്തടക്കം 10 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന എന്നാൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായി എന്ന കാരണത്താൽ സ്ലീവ ആശുപത്രിയിൽ ട്രെയിനിയായി 10,000 രൂപയ്ക്ക് ജോലിയിൽ പ്രവേശിക്കുകയും 6 മാസത്തിന് ശേഷവും ട്രെയിനിയായി തന്നെ തുടരുവാൻ ആവശ്യപ്പെടുകയും സകല ഡ്യൂട്ടികളും ചെയ്യിച്ച് ചൂഷണം ചെയ്തതിനെ തുടർന്ന് സേവനം മതിയാക്കിയ ജെറിൻ എന്ന യുവതിയുടെ പ്രതികരണം കാണുക. ആശുപത്രിയുടെ സിഇഒയുടെ പ്രതികരണ വീഡിയോ കണ്ടാണ് ജെറിന്റെ ഈ പ്രതികരണം. അവര് മേളിൽ പറഞ്ഞല്ലോ 6 മാസം ട്രെയിനി ആയിട്ട് കയറ്റും, അത് കഴിയുമ്പോൾ അവര് സ്റ്റാഫ് ആക്കുന്നു. അവരെത്ര പേരെ 6 മാസം കഴിഞ്ഞ് സ്റ്റാഫ് ആക്കി? അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരുന്നു. എനിക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൊരു സ്റ്റാഫായിരുന്നു ഞാൻ. എനിക്ക് കുറച്ച് വർഷത്തെ ഗ്യാപ്പ് വന്നതിൻ്റെ പേരിൽ എനിക്ക് അവിടെ ട്രെയിനി ആയിട്ട് കയറേണ്ടി വന്നു. കൃത്യം 6 മാസം പൂർത്തിയായി കഴിഞ്ഞപ്പോഴത്തേനും അവരെന്നോട് പറഞ്ഞത് എന്താ, 2-3 മാസവും കൂടെ ട്രെയിനിയായിട്ട് കണ്ടിന്യൂ ചെയ്യണമെന്ന്. അവർക്ക് എന്നെ TL ആക്കണമെന്ന്. ആക്കിക്കോട്ടെ, അവരെന്നെ TLO CNO എന്ത് വേണേലും ആക്കിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ അതിന് മുന്നേ അവർ അറ്റ്ലീസ്റ്റ് എന്നെ ഒരു സ്റ്റാഫ് നേഴ്സ് ആക്കി അവിടെ എടുക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർക്ക് മേളിലോട്ടുള്ള പടി ചിന്തിച്ചാൽ മതിയായിരുന്നല്ലോ. ഇതൊന്നും ചെയ്യാതെ 3 മാസം കൂടെ ഈ 10 രൂപയ്ക്ക് വേണ്ടി ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് നമുക്ക് പേഷ്യൻ്റ് എല്ലാം വെന്റിലേറ്റർ പേഷ്യൻ്റ് കാര്യങ്ങളെല്ലാം തരുകയും ചെയ്യും. അതിനൊന്നും അവർക്ക് യാതൊരു മടിയില്ല. പേഷ്യൻറ്റിനെ തരുമ്പോൾ അവർക്ക് സ്റ്റാഫാണോ ട്രെയിനി ആണോ എന്നുള്ള വ്യത്യാസവും ഇല്ല. എന്നിട്ട് നമ്മൾ ഈ പേഷ്യൻറ്റിനെ എടുത്ത് എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ടുണ്ട് ഈ മാനേജ്മെൻറ്റ് നമുക്ക് നേരെ തിരിയും. നിങ്ങളോട് ആരാ പറഞ്ഞു നിങ്ങളോട് പേഷ്യൻ്റ് എടുക്കാൻ, ആര് പറഞ്ഞു എന്നേ ചോദിക്കുള്ളൂ. കാരണം നമുക്ക് അന്നേരം ആ ട്രെയിനിങ് പീരീഡ് തരുന്ന അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ അവർ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് പേഷ്യൻറ്റിനെ തൊടാൻ പറ്റത്തില്ല, ഈവൻ ഡോക്ടേഴ്സിൻ്റെ പ്രൊസീജിയറിന് പോലും അസിസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന്. ഇനി എന്ത് കോപ്പിലാണ് നമ്മൾ ഇവർ പേഷ്യൻ്റെ പഠിക്കണം എന്ന് പറയണു. എന്നിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് കഴിയുമ്പോൾ പേഷ്യൻറ്റിന് അത് MDSUലായിരുന്നു 1:1 പകരം 1:3 ഒക്കെ തന്നുകൊണ്ടിരുന്നത്. അത് വെന്റി പേഷ്യൻ്റ്, ബൈപ്പാപ്പ് ഇങ്ങനെയുള്ള സർവ്വതും തരുന്നുണ്ട്. ഇതൊരു ട്രെയിനിയുടെ ഉത്തരവാദിത്വമാണോ വെന്റി പേഷ്യൻ്റ് എടുക്കുക എന്നുള്ളത്? അതും അപ്പോയിൻമെൻറ്റ് ഓർഡർ നമുക്ക് ഇങ്ങനെ ഒരു കാര്യമുള്ളപ്പം ഡയറക്റ്റ് ഞാൻ പോയി HR പോയി ചോദിച്ചത് ഈ കാര്യം, ഈ പേഷ്യന്റ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിയുവേലേന്ന്. അപ്പൊ അവര് പറഞ്ഞു തന്നെ ഓക്കെ സിസ്റ്റർ, നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് ഓർഡറിൽ എന്താണോ തന്നിരിക്കുന്നത് അത് ചെയ്താൽ മതിയെന്ന്. അത് കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും അവര് തന്നെ പറയുകയാണ്
നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ പേഷ്യന്റ് അടുത്തല്ലേ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു വായി രണ്ട് വർത്താനം പറയണ മാനേജ്മെന്റിനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? അവരെന്നോട് പറഞ്ഞ് കണ്ടിന്യൂ ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. എനിക്ക് പറ്റത്തില്ല, ഞാൻ ഇവിടെ ട്രെയിൻ ആയിട്ട് ഇനി കണ്ടിന്യൂ ചെയ്യത്തില്ല, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ നല്ല മാന്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറയണ, ആ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പം അവർ മാർസ്ലിവാനെ കുറിച്ച് പറയണ കേട്ടപ്പോൾ തൊലി ഉരിഞ്ഞു പോവുക ചെയ്യുന്നത്. ഇവിടുന്ന് വരുന്ന അവരെന്നോട് ചോദിച്ചു, ആ ഹോസ്പിറ്റലിൽ തന്നെ നിങ്ങൾ പേഷ്യന്റ് ഒരു കെയറും കൊടുക്കുന്നില്ല, എന്നതാ കാണിക്കുന്നതെന്ന്. മുഴുവൻ ആളിഞ്ഞ് പൊളിഞ്ഞാണ് പേഷ്യന്റ് അവിടെ വരുന്നതെന്ന്. അവർ ചെന്ന് ആ ഹോസ്പിറ്റലിൽ ചെന്ന് അവർ പേഷ്യന്റ് കുളിപ്പിച്ച് വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ ആ പേഷ്യന്റ് കോലം തന്നെ വേറൊരു രൂപമായി മാറി. എന്നാ ചെയ്യണേ? ഇവിടെ 1:1 പകരം 1:4 ആണ് തരുന്നത്. 1:3 അല്ല, 1:4 തരുന്നത്. പേഷ്യന്റിന് എവിടെ കെയർ കിട്ടും? ഇവിടുത്തെ ഇവരുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തെ വർക്കും ബാക്കി പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഇൻഫെക്ഷൻ കൺട്രോളിന്റെ വകയായിട്ടും ക്വാളിറ്റിയുടെ വകയായിട്ടും ഇവരുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് പേഷ്യന്റിനെ തിരിച്ചിടാൻ പോലും അറ്റ്ലീസ്റ്റ് ഒരു മെഡിസിൻ പോലും കറക്റ്റ് സമയത്ത് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ പേഷ്യന്റിന് കെയർ കിട്ടും? ഇതൊന്നും മാനേജ്മെന്റിന് അറിയേണ്ട കാര്യമില്ലല്ലോ. കുറച്ച് പിള്ളേരെ വെച്ച് ഇന്റർവ്യൂ നടത്തി മാർസ്ലിവാനെ കുറിച്ച് പൊക്കി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഈ പറയുന്ന അതോറിറ്റീസ് വന്നത് എടുക്കട്ടെ, 1:1 വരെ 1:3 പേഷ്യന്റിന് എടുത്തു നോക്കട്ടെ. കുറച്ച് വലിയ വലിയ ആൾക്കാർ കസേരകൾ കയറി ഇരിപ്പുണ്ടല്ലോ. അവരാരും ഒരു എമർജൻസി അല്ല തിരക്ക് വരുമ്പോൾ ആരെങ്കിലും ഇറങ്ങി വന്ന് നോക്കാറുണ്ടോ? എല്ലാവർക്കും കസേരയിലിരുന്ന് പ്രസംഗിക്കാൻ നല്ല ഉത്സാഹമുണ്ട്, ഉത്തരവാദിത്ത. അത് പ്രാവർത്തികമാക്കുക നോക്ക്, അന്നേരം അവർക്ക് മനസ്സിലാകും 1:1 1:3 തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന്. മർസ്ലീവ ആശുപത്രി അധികൃതരോട് പറയുവാനുള്ളത്, പച്ചക്കള്ളം വിളിച്ചു പറയുമ്പോൾ ഇനിയെങ്കിലും ദയവായി നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ഫോട്ടോ മാറ്റി നിങ്ങളുടെ ബിഷപ്പിന്റെ ഫോട്ടോ വെക്കുക. കർത്താവിനെ മധ്യസ്ഥനാക്കി ദയവായി ഉടായ്പ വിളിച്ചു പറയരുത്. പുറമെ വലിയ കെട്ടിടങ്ങളും ഭൗതിക സംവിധാനങ്ങളും ഉണ്ടെങ്കിലും ട്രെയിൻഡ് നഴ്സുമാരുടെയും ജീവൻ രക്ഷാ സംവിധാനങ്ങളുടെയും അഭാവത്തിൽ സ്ലീവ മെഡിസിറ്റി അധികൃതരുടെ അനാസ്ഥ കൊണ്ട് ഉറ്റവരുടെ ജീവൻ നഷ്ടപ്പെട്ട നിരവധി പേർ ഞങ്ങളെ വിളിക്കുകയുണ്ടായി. കൃത്യമായ തെളിവുകളുള്ള അത്തരം പ്രതികരണങ്ങൾ i2i ന്യൂസിൽ നാളെ മുതൽ. പാലാ സ്ലീവ മെഡിസിറ്റിയിൽ നിന്നും ദുരനുഭവങ്ങൾ ഉണ്ടായവർക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വിളിക്കാവുന്ന നമ്പർ 9746114444. നമ്പർ ഒരിക്കൽ കൂടി ഞാൻ പറയാം, 9746114444. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.